ടോക്സിക് റിലേഷൻഷിപ്പ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ടോക്സിക് ആണോ? എങ്ങനെ നിങ്ങൾക്ക് അത് തിരിച്ചറിയാൻ സാധിക്കും? നിങ്ങൾ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലാണെങ്കിൽ അത് മെയിൽ ആയിക്കോട്ടെ ഫീമെയിൽ ആയിക്കോട്ടെ, നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ എല്ലാ കാര്യങ്ങളിലും റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ഓരോ ചെറിയ കാര്യങ്ങളിൽ പോലും അവർ അഭിപ്രായം പറയുന്നത് കുഴപ്പമില്ല. അഭിപ്രായം പറയുന്നതിനോടൊപ്പം തന്നെ നിങ്ങളെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നു എന്ന് കരുതുക. അതായത് നിങ്ങൾ ആരോട് സംസാരിക്കണം, ആരോട് സംസാരിക്കേണ്ട, ഏത് വേഷം ധരിക്കണം, ഏത് വേഷം ധരിക്കേണ്ട, സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യരുത്, ആരുടെ പോസ്റ്റിന് ലൈക്ക് ചെയ്യണം, ആരുടെ പോസ്റ്റിന് ലൈക്ക് ചെയ്യരുത്, ഏതൊക്കെ പേജ് ഫോളോ ചെയ്യണം, ഏതൊക്കെ പേജ് ഫോളോ ചെയ്യരുത്, ഇങ്ങനെയൊക്കെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ടോക്സിക് ആണെന്ന് മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് ആ റിലേഷൻഷിപ്പ് കട്ട് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഒരു റിലേഷൻഷിപ്പിൽ എപ്പോഴും നിങ്ങളുടെ പാർട്ട്ണർക്ക് നിങ്ങൾ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റും അതുപോലെ തന്നെ അവരുടെ ചിന്തകൾക്കും സ്വാതന്ത്ര്യത്തിനും ഒരു വിലയും നൽകണം. നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണർ ചെയ്യുന്ന ഏതെങ്കിലും കാര്യത്തിൽ എതിരെ അഭിപ്രായം ഉണ്ടെങ്കിൽ അഭിപ്രായം നിങ്ങൾക്ക് പ്രകടിപ്പിക്കാം. അതല്ലാതെ കൂടുതൽ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതിൻ്റെ ലക്ഷണമാണ്. നിങ്ങളുടെ പാർട്ട്ണർ ടോക്സിക് ആണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തി ഇനി ഒരു കൗൺസിലിംഗിൽ അത് റെഡിയാകുമോ എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം. ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ആ റിലേഷൻഷിപ്പ് കട്ട് ചെയ്യുന്നതാണ് നല്ലത്. കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ രണ്ടുപേരും വില്ലിംഗ് ആണെങ്കിൽ മാത്രമാണ് കൗൺസിലിംഗ് പോസിബിൾ ആയിട്ടുള്ളത്. ഇല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് കട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്.